നമസ്കാരം. ജൂലി ജംഗ്ഷൻ മീഡിയയുടെ രാമേശ്വരം യാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് കണ്ടു തീരാവുന്ന കാഴ്ചകളെ ധനുഷ്കോടിയിലുള്ളൂ. പ്രധാനമായും ഇന്ത്യയുടെ അവസാന മുനമ്പും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന അശോകസ്തംഭവും പഴയ റെയിൽവേ സ്റ്റേഷന്റെയും പള്ളിയുടെയും തടുക്കുന്ന ഓർമ്മകൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതാണ്. തിരിച്ച് രാമേശ്വരത്തേക്ക് പോകും വഴി തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ബംഗാൾ ഉൾക്കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോദണ്ഡരാമസ്വാമി ക്ഷേത്രം. രാമായണ കഥയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതും ഐതിഹ്യം നിറഞ്ഞതുമായ ഒരു ക്ഷേത്രമാണ് ഇത്. രാവണ യുദ്ധത്തിന് ശേഷം രാവണന്റെ സഹോദരനായ വിഭീഷണനെ ലങ്കയുടെ പുതിയ രാജാവായി അവരോധിക്കുകയും രാമനാൽ പട്ടാഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തത് ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും ഹനുമാന്റെയും വിഭീഷണന്റെയും പ്രതിമകൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1964 കടൽക്ഷോഭത്തിൽ രാമേശ്വരം തകർന്നടിഞ്ഞപ്പോൾ വലിയ കേടുപാടുകൾ കൂടാതെ അതിജീവിച്ച ക്ഷേത്രമാണ് കോദണ്ഡരാമസ്വാമി ക്ഷേത്രം. അതുകൂടാതെ വലുതും ചെറുതുമായ നിരവധി ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് രാമേശ്വരം എന്ന ദ്വീപ്. കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും ഇവിടെ തങ്ങിയാലേ രാമേശ്വരം മുഴുവനായി ചുറ്റിക്കറങ്ങി കാണാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഒരു ദിവസം മാത്രമാണ് അവിടെ ചെലവഴിക്കാൻ സമയം കിട്ടിയത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളും പരിമിതമായിരുന്നു. രാമസേതു നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പാറകളും ഇവിടെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ സാധിക്കും. ഇവിടങ്ങളിലൊക്കെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ വീഡിയോകൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. രാമേശ്വരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം. ശ്രീരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. അമ്പലത്തിനകത്തുള്ള 22 തീർത്ഥക്കുളത്തിൽ നിന്നുള്ള കുളി വളരെ വിശേഷപ്പെട്ടതാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യം ക്ഷേത്രത്തിന് സമീപമുള്ള കടലിലെ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്തെ ഈ 22 തീർത്ഥക്കിണറുകളിലെ വെള്ളത്തിൽ കുളിക്കുന്നു. അതിനുശേഷം വസ്ത്രം മാറി ക്ഷേത്ര ദർശനം നടത്തണം എന്നതാണ് വിശ്വാസം. 22 കിണറുകളും അടുത്തടുത്തായിട്ടാണ് ഉള്ളതെങ്കിലും ഓരോ കിണറിലെയും വെള്ളത്തിന് വ്യത്യസ്തമായ സ്വാദാണുള്ളത്. കടലിനോട് ചേർന്നുള്ള കിണറുകളാണെങ്കിലും ഉപ്പുരസം ഒട്ടും തന്നെയില്ല. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായാണ് പുണ്യ സ്നാനമായ അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലിൻ്റെ തീരം. ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ സ്നാനം ചെയ്യുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി എത്തിക്കൊണ്ടിരിക്കുന്നു.
അഗ്നിതീർത്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് ബലിതർപ്പണം. ലങ്കായുദ്ധത്തിന് ശേഷം ശ്രീരാമൻ തൻ്റെ പിതൃക്കൾക്കു വേണ്ടി ഇവിടെ ബലിതർപ്പണം ചെയ്തു എന്നതാണ് വിശ്വാസം. അതുപോലെ സ്കന്ദപുരാണത്തിൽ ബലിതർപ്പണത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം രാമേശ്വരമാണ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തിന് മുന്നേ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷം പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതുവസ്ത്രം അണിഞ്ഞാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഭക്തർ എത്തുന്നത്. വെളുപ്പിന് 4 മണിയോടെ തുടങ്ങുന്ന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 12 മണി വരെ നീളും. ഒരാൾക്ക് 300 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇവിടെ കർമ്മികൾ ഫീസായി ഈടാക്കുന്നത്. ഇതൊക്കെ മതപരമായ ആചാരങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ സൂര്യോദയവും വളരെ മനോഹരമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിന് സമീപത്തായി 800 രൂപ മുതൽ റൂമുകൾ ലഭിക്കുന്നതാണ്. AC റൂമുകൾക്ക് 1200 മുകളിലാണ് ചാർജ്. അങ്ങനെ ജൂൺ 29-ാം തീയതി കൊല്ലത്ത് നിന്ന് 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് രാമേശ്വരം മധുരൈ ട്രിപ്പൊക്കെ പൂർത്തിയാക്കി നമ്മളിന്ന് ജൂലൈ 2-ാം തീയതി രാത്രി 11:30 മണിക്ക് മധുരയിൽ നിന്നും തിരിക്കുകയാണ്. ഇവിടുന്ന് പാലരുവി എക്സ്പ്രസ് 11:30ക്ക് എടുക്കുന്ന പാലരുവി എക്സ്പ്രസ്സിലാണ് തിരിച്ചു പോകുന്നത്. നാളെ രാവിലെ 8 മണിയോടെ അത് പരവൂർ സ്റ്റേഷനിലെത്തും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.